എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു ടീമിനെയൊക്കെ ലീഡ് ചെയ്യുന്ന മാനേജ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു 6 ടിപ്സുകളാണ്. അത് ശരിക്കും ഒരു ശക്തമായ ടീമിനെയൊക്കെ ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഏത് സംരംഭകനും അല്ലെങ്കിൽ ഏത് ഒരു സീനിയർ ലെവൽ മാനേജേഴ്സോ അല്ലെങ്കിൽ ഒരു ടീമിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന 6 കാര്യങ്ങൾ. ആദ്യത്തത് ഡെവലപ്പ് എ ലീഡേഴ്സ് മൈൻഡ് സെറ്റ് എന്നുള്ളതാണ്. ഇതൊരു വലിയ കാര്യം തന്നെയാണ്. ഒരു ലീഡർ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരിലും ഉണ്ടാകുന്നൊരു കാര്യമല്ല. അതായത് ഒരു ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂട്ടറിൽ നിന്നും ഒരു ലീഡർ എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് മാറുന്നു. അതായത് ലീഡേഴ്സ് എപ്പോഴും തിങ്ക് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ ഒറ്റയ്ക്ക് റിസൾട്ട് കൊണ്ടുവരിക എന്നുള്ളതല്ല, എല്ലാവരെയും കൂടെ കൂട്ടിയിണക്കിക്കൊണ്ട് റിസൾട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അത് ശരിക്കും ചില ആളുകൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഐ ആം റെസ്പോൺസിബിൾ ഫോർ മൈ റിസൾട്ട്. ഇതാണ് ഒരു നോർമൽ പേഴ്സൺ തിങ്ക് ചെയ്യണം. അതിൽ നിന്നും ഐ ആം റെസ്പോൺസിബിൾ ഫോർ റിസൾട്ട് ത്രൂ അതർ പീപ്പിൾ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് മാറുമ്പോൾ അതാണ് ഈ ലീഡേഴ്സ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അത് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. 2, ഹോൾഡ് റെഗുലർ വൺ ഓൺ വൺ മീറ്റിങ്ങുകൾ ടീം മെമ്പേഴ്സുമായിട്ട് ഇടയ്ക്കിടെ നടത്തിക്കൊണ്ടിരിക്കണം. ഒറ്റയ്ക്ക് അവരുടെ പ്രോബ്ലംസ് കേൾക്കാനായിരിക്കും, അവർക്ക് ചില ഐഡിയാസോ റെക്കമെൻഡേഷൻസോ സജഷൻസോ കൊടുക്കാൻ വേണ്ടിയായിരിക്കും. അതായത് അവരെ ശരിക്കും നമ്മൾ കൂടെ ചേർത്ത് നിർത്തി തന്നെയാണ് കൊണ്ടുപോകുന്നതെന്ന് ബോധ്യപ്പെടാൻ വേണ്ടി ആ ഒരു സംസ്കാരം കെട്ടിപ്പടുത്തുന്നത് വളരെ നന്നായിരിക്കും. ഒരു 1-to-1 വെച്ച് കാര്യങ്ങളൊക്കെ അവരുമായിട്ടൊരു എൻഗേജ്മെൻറ്റ്, അവരുമായിട്ടുള്ള ആത്മബന്ധമൊക്കെ ശക്തമായി വളർത്തി തന്നെ മുന്നോട്ട് പോവുക. മൂന്നാമത്തെ കാര്യം, സെറ്റപ്പ് യുവർ ടീം ടു ഗെറ്റ് റിസൾട്ട് നേടിത്തരുന്നതിന് എങ്ങനെ ടീമിനെ സെറ്റ് ചെയ്യാം. അതൊരു ഗംഭീര സംഭവമാണ്. കാരണം എഫക്റ്റീവായിട്ടുള്ള ലീഡേഴ്സ് എപ്പോഴും, അതായത് ഐ ടെൽ ടീം മെമ്പേഴ്സ് വാട്ട് ടു ഡു ആൻഡ് ഹൗ ടു ഡു ഇറ്റ് എന്ന് പറയുന്നതിൻ്റെ കാലഘട്ടം കഴിഞ്ഞു. അതായത് എന്താ വേണ്ടത് എങ്ങനെയാണ് വേണ്ടതെന്ന് പറയുന്നതിനപ്പുറത്ത് അവരെ നമ്മൾ എങ്ങനെയാണ് കോച്ച് ചെയ്യണമെന്ന് അറിയാം. ഐ ഹെൽപ്പ് ടീം മെമ്പേഴ്സ് ഗെറ്റ് ക്ലിയർ അബൌട്ട് ദ വൈ, അതായത് എന്തിനു വേണ്ടി എന്നുള്ളത് ക്ലിയർ ആക്കുകയും ആൻഡ് ബിഹൈൻഡ് ദ വാട്ട് ആൻഡ് സപ്പോർട്ട് ദം ഇൻ ദ ഹൗ. 3 കാര്യങ്ങളാണ്, വൈയും വാട്ടും ഹൗവും. എന്തിനു വേണ്ടി നമ്മളിത് ചെയ്യുന്നു, പർപ്പസിനാണ് പ്രാധാന്യം. സ്റ്റാർട്ട് വിത്ത് വൈ എന്നൊക്കെ പറയില്ലേ, അതുപോലെ തുടങ്ങുന്നത് തന്നെ എന്തിനു വേണ്ടിയാണ് നീ പണി ചെയ്യുന്നതെന്ന് അവനെ തന്നെ ബോധ്യപ്പെടുന്നു. എന്നിട്ടാണ് എന്താണ് തരേണ്ട റിസൾട്ട്, എന്നിട്ട് അതിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുകയാണ് എങ്ങനെ അത് നടത്തിയെടുക്കാം, ഇത് നമ്മൾ ഒരുമിച്ചാണ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് പോകുമ്പോഴാണ് റിസൾട്ടിലേക്ക് ടീമിനെ സെറ്റ് ചെയ്തെടുക്കുന്നത്. 4ാമത്തെ കാര്യം, ക്രിയേറ്റ് എ കൾച്ചർ ഓഫ് ഫീഡ്ബാക്കിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ ഒരുപാട് സംസാരിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. ഫീഡ്ബാക്ക് കൊടുക്കുക, ഫീഡ്ബാക്ക് എടുക്കുക. നമ്മുടെ ടീമിലുള്ള ആളുകളുടെ നല്ല കാര്യങ്ങളാണെങ്കിൽ നല്ലത് ചെയ്തതിൻ്റെ ഫീഡ്ബാക്ക് കൊടുക്കുക, പോരായ്മകളുണ്ടെങ്കിൽ യഥാസമയം ആ ഫീഡ്ബാക്ക് കൊടുക്കുക. അവരോട് ആസ് എ ലീഡർ, ആസ് എ മാനേജർ, ആസ് എ ഓണർ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഞാൻ കറക്റ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന് തയ്യാറാണെന്ന് ഓപ്പണായിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ ഒരു ഫീഡ്ബാക്ക് സംസ്കാരം കൊണ്ടുവരുന്നത് വളരെ നന്നായിരിക്കും. 5ാമത്തെ കാര്യം, ലീഡ് യുവർ ടീം ത്രൂ ചേഞ്ച്. എന്നും ലോകത്ത് കോൺസ്റ്റൻ്റായി നിൽക്കുന്നൊരു കാര്യം മാറ്റങ്ങളാണ്, ചേഞ്ചസ്. ആ ചേഞ്ചിലൂടെ കടന്നു പോകുമ്പോൾ അതിനോടൊപ്പം സഞ്ചരിച്ചുകൊണ്ട് അവരെ ലീഡ് ചെയ്യുക. പുതിയ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ആസ് എ ലീഡർ എന്ത് പറയുന്നു എന്നുള്ളതിനേക്കാൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റുള്ളവർ നോക്കിക്കാണുന്നത്. ഈ മാറ്റങ്ങൾ നമ്മളിലുണ്ടെന്നുള്ളത് ബോധ്യപ്പെടുക. അതായത് നമ്മുടെ പേഷ്യൻസ്, നമ്മുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി, നമ്മളൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മറികടന്ന് പുറത്തു വരാൻ ഉപയോഗിക്കുന്ന റെസിലിയൻസ്, നമ്മുടെ കോൺഫിഡൻസ്, ഇതൊക്കെയാണ് ടീമിനെ കൂടെ നിർത്തുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീക്കായിട്ടുള്ള ഏരിയകളുണ്ടെങ്കിൽ ചിലപ്പോൾ പുതിയ ടെക്നോളജിയെ പറ്റി നമ്മൾ സംസാരിക്കേണ്ട ടെക്നോളജി നമ്മൾ ഉപയോഗിച്ച് കാണിച്ചു കൊടുക്കുക. നമ്മളിലുണ്ടാവുന്ന മാറ്റങ്ങളായിരിക്കും മറ്റുള്ളവരെ മാറ്റങ്ങളിലേക്ക് വഴിതെളിയിക്കുന്നത്. അതെപ്പോഴും ഓർമ്മയിലുണ്ടാവുക. ആൻഡ് ഫൈനലി, മാനേജ് യുവർ ടൈം ആൻഡ് എനർജി. നമ്മുടെ സമയവും നമ്മുടെ ചുറുചുറുക്കും നമ്മുടെ എനർജിയൊക്കെ നമ്മൾ മാനേജ് ചെയ്യുന്നത് നമ്മുടെ ടീമിലുള്ള ആളുകളെ വലിയ വിശ്വാസത്തിലെടുക്കാൻ സഹായിക്കുന്ന കാര്യമാണ്. പലപ്പോഴും സംഭവിക്കുന്ന കാര്യം, ഞാനെപ്പോഴും ബിസിയാണെന്നുള്ളൊരു കാഴ്ചപ്പാട് മാറിയിട്ട് ഞാൻ എൻ്റെ സമയവും എനർജിയൊക്കെ നന്നായിട്ടാണ് മാനേജ് ചെയ്യണത്, നല്ല റിസൾട്ടുകൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിയാൽ കൂടെ നിൽക്കാൻ ആളുകളുണ്ടാവും. ഈ 6 കാര്യങ്ങളും വളരെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ വെച്ചാണ് നമ്മൾ ടീമിനെ മാനേജ് ചെയ്യണമെങ്കിൽ അവർ ശക്തരായി വളരും. അവരുടെ വളർച്ചയായിരിക്കും നമ്മുടെ ഡബിൾ വളർച്ചയിലേക്ക് നാളെ എത്തിക്കുന്നത്. താങ്ക് യു.